ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉടലെടുത്ത അവസരത്തിൽ അബദ്ധത്തിൽ അതിർത്തി മറികടന്ന BSF ജവാൻ പൂർണം കുമാർ ഷായ്ക്ക് പാക് സൈന്യത്തിന്റെ പക്കൽ നിന്നും പീഡനങ്ങൾ നേരിടേണ്ടി വന്നതായി വെളിപ്പെടുത്തൽ. കഴിഞ്ഞ ഏപ്രിൽ 23-ാം തീയതി പാക് സൈന്യം കസ്റ്റഡിയിലെടുത്ത പൂർണത്തെ 20 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെയാണ് വിട്ടയച്ചത്. ഈ ദിവസങ്ങളിൽ പാകിസ്ഥാന്റെ സൈനിക ക്യാമ്പിൽ അനുഭവിക്കേണ്ടി വന്ന പീഡനങ്ങളെക്കുറിച്ചാണ് അദ്ദേഹം ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാക് സൈനികർ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചില്ലെങ്കിലും മാനസികമായും ശാരീരികമായും തളർത്താൻ വേണ്ട പ്രവർത്തികൾ ചെയ്തിരുന്നതായി പൂർണകുമാർ വെളിപ്പെടുത്തിയതായി സൈനിക വൃത്തങ്ങൾ പറയുന്നുണ്ട്. ഭൂരിഭാഗം സമയവും കണ്ണുകൾ കറുത്ത തുണി കൊണ്ട് മൂടിക്കെട്ടിയ അവസ്ഥയിലായിരുന്നു. ഉറങ്ങാനോ പല്ല് തേക്കാനോ അനുവദിച്ചിരുന്നില്ല. നിരന്തരം ചീത്ത വിളിക്കുകയും 3 സ്ഥലങ്ങളിൽ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തു. അതിലൊന്ന് ഒരു വ്യോമസേന താവളമായിരുന്നു. അവിടെ നിന്നും വിമാനങ്ങൾ ഉയർന്നു പൊങ്ങുന്നതിന്റെയും ഇറങ്ങുന്നതിന്റെയും ശബ്ദങ്ങളും കേട്ടിരുന്നതായി അദ്ദേഹം വെളിപ്പെടുത്തി. പിന്നീട് ഒരു ജയിലറയിലേക്ക് മാറ്റിയെന്നും പൂർണം കുമാർ വെളിപ്പെടുത്തിയതായി സൈനിക വൃത്തങ്ങൾ പറഞ്ഞു. സൈനിക വേഷങ്ങളിലല്ലാതെ സാധാരണ വേഷങ്ങളിലെത്തിയ ചില മുതിർന്ന ഉദ്യോഗസ്ഥർ അതിർത്തിയിലെ BSFന്റെ സേനാ വിന്യാസങ്ങളെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിച്ചു. അന്താരാഷ്ട്ര അതിർത്തിയിൽ ഇന്ത്യ വിന്യസിപ്പിച്ചിരിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചും ചോദ്യങ്ങളുണ്ടായി. ചില ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടാനുള്ള ഫോൺ നമ്പറുകളും അവർ പൂർണം കുമാർ ഷായോട് അന്വേഷിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം അത്തരം വിവരങ്ങളൊന്നും കൈമാറിയിട്ടില്ലെന്നാണ് പറഞ്ഞതെന്നും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. അട്ടാരി വാഗ അതിർത്തിയിൽ വെച്ച് പാകിസ്ഥാൻ ഇന്ത്യക്ക് കൈമാറിയ പൂർണം കുമാർ ഷാ നിലവിൽ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിലാണുള്ളത്. അദ്ദേഹം മാനസികവും ശാരീരികവുമായ ആരോഗ്യം വീണ്ടെടുത്തു വരുന്നതായും ബന്ധുക്കളുമായി ഫോണിൽ സംസാരിച്ചതായും സൈനിക വൃത്തങ്ങൾ അറിയിച്ചു. പാക് സൈന്യത്തിന്റെ പക്കലായിരുന്നപ്പോൾ പൂർണം കുമാർ ഷാ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം നശിപ്പിച്ചതായും അവർ അറിയിച്ചു.